ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital. ഇന്ന് സ്വാമി വിവേകാനന്ദൻ സമാധി ദിനം. ഭാരതത്തിന്റെ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും തൊട്ടുണർത്തിയ യുവസന്യാസി സ്വാമി വിവേകാനന്ദന്റെ 124-ാം സമാധി ദിനമാണിന്ന്. പ്രസംഗങ്ങൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും ലോകത്തെ സ്വാധീനിച്ച ആത്മീയ ഗുരു, രാജ്യത്തെ യുവാക്കളെയും സ്വാതന്ത്ര്യസമര സേനാനികളെയും പൗരപ്രമുഖന്മാരെയും രാജാക്കന്മാരെയും സാധാരണക്കാരെയും ഒരേപോലെ സ്വാധീനിച്ച മഹാഋഷി. വിവേകാനന്ദന്റെ ആധ്യാത്മിക ചിന്തകളും പ്രസംഗങ്ങളും പ്രവർത്തനവും ഭാരതത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ഹിന്ദുമതത്തെ ആധുനിക കാലഘട്ടത്തിൽ അനുസൃതമായ തരത്തിൽ നിരീക്ഷിക്കാനും സംസ്കാരത്തിൽ ആധുനിക യുഗത്തിൽ പുതിയ നിർവചനം കണ്ടെത്താനും സ്വാമി വിവേകാനന്ദന് സാധിച്ചു. വിവേകാനന്ദന്റെ വീക്ഷണങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. വിദ്യാഭ്യാസത്തിനും മതങ്ങൾക്കും അദ്ദേഹം നൽകിയ നിർവചനങ്ങൾ ഏറെ വിലപ്പെട്ടതാണ്. മനുഷ്യനിൽ അന്തർലീനമായിരുന്ന പൂർണ്ണതയുടെ ബഹിർസ്ഫുരണമാണ് വിദ്യാഭ്യാസമെന്നാണ് സ്വാമി വിവേകാനന്ദന്റെ പക്ഷം. ഈ ചിന്ത മറ്റാരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. വെറും സിദ്ധാന്തം കൊണ്ട് ഭാരതത്തിന്റെ വിശ്വമാനവികത സാധ്യമാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സതുദ്ദേശവും ആത്മാർത്ഥതയും നിർമ്മലമായ സ്നേഹവും കൊണ്ട് മാത്രമേ ലോകത്തെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാമിജിയുടെ ഈ ആഹ്വാനം സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും വിപ്ലവകാരികൾക്കും സന്യാസിമാർക്കും വലിയ ഊർജമാണ് നൽകിയത്. ഗാന്ധിജിയും ലാലാ ലജ്പത് റായിയും അരവിന്ദ ഘോഷും ബാലഗംഗാധര തിലകനുമൊക്കെ സ്വാമി വിവേകാനന്ദന്റെ പ്രബോധനങ്ങൾ ഹൃദയത്തിലേറ്റിയവരാണ്. ഉറങ്ങിക്കിടന്ന ഭാരത ജനതയെ തന്റെ ശക്തമായ വാക്കുകൾ കൊണ്ട് ഉണർത്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണങ്ങളിലേക്ക് എടുത്തുചാടാൻ പ്രേരിപ്പിച്ച മഹാത്മാവായിരുന്നു സ്വാമിജി. സ്വാമിജിയുടെ അമേരിക്കൻ സന്ദർശനവും ചിക്കാഗോയിൽ നടന്ന ലോകമത പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണവും ഭാരതത്തിന്റെ സനാതന ധർമ്മയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ്. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. I thank you in the name of the most ancient order of monks in the world. I thank you in the name of the mother of religions. And I thank you in the name of the millions and millions of Hindu people of all classes and sects. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ജനം ടിവിയുടെ പ്രണാമം. ഇന്നലകൾ ഇന്ന് brought to you in association with SK Hospital.